ഹലോ, എല്ലാവർക്കും മിനീസ് ഫുഡ് ഹഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ തേങ്ങ വെച്ച് ഒരു ബർഫി തയ്യാറാക്കി നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു തേങ്ങ, ഒരു 1/4 കപ്പ് പഞ്ചസാര, 2 ഏലക്ക, ഒരു സ്പൂൺ നെയ്യ്. തേങ്ങ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായി എടുക്കാം. തേങ്ങ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങ വെള്ളം നമ്മൾ 50 ml ഇതിനാവശ്യമുണ്ട്, അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് വരാം. തേങ്ങ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പൊടിച്ചാൽ മതി, ഒത്തിരി അങ്ങനെ പൊടിഞ്ഞു പോകണ്ട കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, 1 സ്പൂൺ തന്നെ മതി കേട്ടോ. നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഈ പഞ്ചസാര ആഡ് ചെയ്യാം. 1 കപ്പ് തേങ്ങ പൊടിച്ചതാണ് എനിക്ക് കിട്ടിയത്. അതിൽ കൃത്യം 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം മധുരമാണ്. 1 ബൗൾ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഈ 50 ml തേങ്ങാ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഈ 2 ഏലക്ക കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 7 മിനിറ്റ് സമയം നമ്മൾ നെയ്യിൽ ഈ തേങ്ങ ലോ ഫ്ലെയിമിൽ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തത്. വെള്ളം ആ തേങ്ങയുടെ 50 ml വെള്ളം മാത്രം ചേർത്താൽ മതി, പിന്നീട് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. നമുക്കൊരു 1/2 സ്പൂൺ നെയ്യ് തടവി ഈ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ച് നമ്മൾ ഇതുപോലെ അതൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കത് നെയ്യ് തടവി വെച്ച ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് 3 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് അന്നേരം കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡായിരിക്കും. അവിടെ നമുക്കിത് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.